ആട് കിണറ്റിൽ വീണു. രക്ഷിക്കാനായി അധ്യാപകനായ ജോർജ് കിണറ്റിലിറങ്ങി. പിന്നാലെ വിൽസണും ഇറങ്ങി. രണ്ടുപേരും കുടുങ്ങി. എന്താ നോക്കാം. പേരാമ്പ്ര കരിങ്കണ്ടംപാറ പൂവത്താംകുന്നിലെ ഇല്ലത്ത് ബിജുവിന്റെ 35 അടിയോളം ആഴമുള്ള കിണറിലാണ് ആട് വീണത്. മിണ്ടാപ്രാണിയെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ അധ്യാപകനായ ജോർജ് കിണറിലേക്ക് ഇറങ്ങി. ആടിനെ സുരക്ഷിതമായി കരക്കെത്തിച്ച ശേഷം മുകളിലേക്ക് കയറാനാവാതെ ജോർജ് കുടുങ്ങുകയായിരുന്നു. അങ്ങനെ ജോർജിനെ രക്ഷിക്കാൻ നാട്ടുകാരനായ വിൽസനും ഇറങ്ങി. തിരിച്ചു കയറാനാവാതെ ഇരുവരും കിണറ്റിൽ കുടുങ്ങുകയായിരുന്നു. ഒരുപാട് പരിശ്രമിച്ചെങ്കിലും റിസ്ക് എടുക്കാൻ കാത്തില്ല. പേരാമ്പ്രയിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ വിളിച്ചു വരുത്തി. റെസ്ക്യൂ നെറ്റും റോപ്പും ഉപയോഗിച്ച് ഇരുവരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഏറെ ഭയന്നെങ്കിലും കുഞ്ഞു ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ജോർജ് മാഷും വിൽസനും ഇപ്പോൾ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാരയുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട്. നയൻതാര, ഗുഡ് മോർണിംഗ്. ഏതായാലും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവർ രണ്ടുപേരും ചെയ്ത കാര്യത്തെ പ്രശംസിക്കാതിരിക്കാൻ നിവർത്തി ഒന്നുമില്ല. ശരിക്കും ഇതെങ്ങനെയായിരുന്നു അവരുടെ ഒരു അനുഭവം? മോത്തി, നമുക്ക് വേണമെങ്കിലേ കൗതുകത്തിന് ആട് ഒരു ഭീകര ജീവിയാണെന്നൊക്കെ ചോദിക്കാം. വെറും കൗതുകത്തിന് മാത്രം. ഒരുപക്ഷെ നാട്ടില് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ടെൻഷൻ അടിച്ചെങ്കിലും പിന്നീട് വരെ എല്ലാവരും ഭയങ്കര തമാശയോട് കൂടി പറഞ്ഞൊരു കാര്യമായിരിക്കണം ഇത്. ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആട് ജീവൻ ഏതായാലും മനുഷ്യനായാലും എന്തായാലും ജീവൻ വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയാണ് ജോർജ് മാഷ് കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കയറൊക്കെ കെട്ടി ഈ 32 അടി താഴ്ചയുള്ള ആഴമുള്ള കിണറിലേക്ക് ഇറങ്ങാണ് ചെയ്തത്. അങ്ങനെ ആടിനെ സുരക്ഷിതമായി മുകളിലെത്തിച്ചു. പക്ഷേ ജോർജ് മാഷിന് മുകളിലേക്ക് കയറാൻ സാധിച്ചില്ല. അങ്ങനെ നാട്ടുകാരനായ വിൽസൺ ചേട്ടൻ കിണറിലേക്ക് ഇറങ്ങി. അങ്ങനെ രണ്ടുപേരും പിന്നീട് മുകളിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യത്തിലായിപ്പോയി. അങ്ങനെ ഒന്നും നോക്കിയില്ല. നാട്ടുകാർ പേരാമ്പ്ര ഫയർ സ്റ്റേഷൻ ടീമിനെ വിളിച്ചു വരുത്തി. അവർ റെസ്ക്യൂ നെറ്റും അതുപോലെ തന്നെ റോപ്പും ഉപയോഗിച്ച് ഇരുവരെയും മുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഈ ആടിനെ രക്ഷിക്കാൻ കഴിഞ്ഞതിലും വിൽസൺ ചേട്ടനും അതുപോലെ ജോർജ് മാഷിനും വളരെ സന്തോഷം തോന്നുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ ടീമിനും വലിയൊരു കയ്യടി നൽകേണ്ടിയിരിക്കുന്നു. കാരണം അവർ പെട്ടെന്ന് തന്നെ എത്തി. അതുകൊണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് മുകളിലേക്ക് എത്തിക്കാനും സാധിച്ചു. കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിലുള്ള വളരെ സന്തോഷമുണ്ട്. നമ്മൾ ജോർജ് മാഷെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാഷ് ഒന്നും നോക്കിയില്ല, ജീവനല്ലേ, വെള്ളം കുടിച്ച് ചത്തുപോകുന്നതിന് മുന്നേ കരയ്ക്ക് എത്തിക്കണം, മുകളിലെത്തിക്കണം എന്ന് ഓർത്ത് മാത്രമാണ് താഴെ ഇറങ്ങിയത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം. പക്ഷേ നയൻതാര, എനിക്ക് തോന്നുന്നു ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, ഒരുപാട് അടി താഴ്ചയുള്ള കിണറാവുമ്പോൾ ശുദ്ധവായുവിന്റെ ലഭ്യത കുറവൊക്കെ ഉണ്ടാവും. ഇത്തരം സാഹചര്യത്തിൽ വളരെ അപകടകരമാണ് ജീവൻ തന്നെ. അപ്പോൾ ജീവൻ പണയം വെച്ച് ഇറങ്ങി ഒരു ജീവൻ രക്ഷിക്കാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കുറച്ചധികം അതിലൊരു റിസ്ക് ഇല്ലേ എന്നുകൂടി ആലോചിക്കണം, അല്ലേ നയൻതാര?